അപ്പോൾ പുതിയ എപ്പിസോഡ്. അതെ, ഇന്ന് ആൾക്കാർ ഭയങ്കര കുറവാ. അതെ. 3 പേരൊക്കെ 4 പേരൊക്കെ വെച്ച് തുടങ്ങിയതാ. ചെനിക്ക് 3 ഇപ്പം 2 രണ്ടുപേരെ. പക്ഷെ ഇനിയും ആൾക്കാർ വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അല്ല, ഇനി ആൾക്കാർ കൂട്ടാനുള്ള പരിപാടികളാണല്ലോ. നമ്മള് സോഷ്യൽ അവയർനെസ് മാത്രമല്ല എന്റർടൈൻമെന്റ് ഉണ്ട്. ഇത് ഫസ്റ്റ് എപ്പിസോഡിൽ പറഞ്ഞെങ്കിൽ എന്റർടൈൻമെന്റ് സെക്ഷനിലേക്ക് നമ്മൾ വന്നേയില്ല. മൊത്തം സോഷ്യൽ അവയർനെസ് പരിപാടിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഒരു ക്ലാസ് പരിപാടി പോലെ ആയിപ്പോയെന്ന്. ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ എന്നൊക്കെ പറയാം. അതായത് എല്ലാത്തിലും ആൾക്കാർ എന്തെങ്കിലും ചിന്തിക്കാൻ മാത്രമായിട്ട് എന്റർടൈൻമെന്റ് പർപ്പസിനായിട്ട് നമ്മൾ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. നമുക്ക് കുറച്ച് എന്റർടൈൻമെന്റിലേക്ക് കിടക്കാം. അതെ, അപ്പോൾ എന്റർടൈൻമെന്റിന് വേണ്ടി ശ്രീ വിളിച്ചിരിക്കുന്ന തന്നെയാണ്. എൻ്റെ പേര് ഗോഡ്വിൻ. കഴിഞ്ഞ എപ്പിസോഡിൽ ഉണ്ടായിരുന്നതാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ഇന്നത്തെ ടോപ്പിക്? ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ ഇന്നലെ ഫോണിൽ സംസാരിച്ച ടോപ്പിക് തന്നെ നമ്മൾ പറയുന്നത്. വിളിച്ച് സെറ്റ് ചെയ്ത് നമ്മൾ ടോപ്പിക്ക് എന്ന് വെച്ച് പക്ഷേ ടോപ്പിക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു മേഖലയായിട്ടുള്ള സിനിമയെ പറ്റി തന്നെയാണ് ഒരു സംസാരിക്കുന്നത്. സിനിമയിലുള്ള കുറച്ച് പേരെ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അവരെ പറ്റി നമ്മുടെ കൂട്ടുകാരെന്നെ കാണുമ്പോൾ വിചാരിക്കും ഇവന്മാരല്ലെങ്കിലേ സിനിമേനെ പറ്റി ഇപ്പൊ ഷോ നടത്തി സിനിമേനെ പറ്റി പറഞ്ഞോണ്ടിരിക്കും. അതെ, അപ്പം അതിനെ പറ്റിയുള്ള ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. ടേൺഡ് ഡയറക്ടേഴ്സ്. യെസ്, അതായത് ഡയറക്ടർ ആവാൻ വേണ്ടിയിട്ടായിരിക്കില്ല ഇവർ വന്നിട്ടുണ്ടാവുക. ഇവർ വേറെ എന്തെങ്കിലും പ്രൊഫഷണൽ ആവാം, ക്യാമറ ആവാം, ആർട്ട് ഡിപ്പാർട്ട്മെൻ്റ് ആവാം, ആക്ടർ ആവാം, മ്യൂസീഷ്യൻ ആവാം. അങ്ങനെ വന്നിട്ടുള്ള സിനിമയിലേക്ക് വന്നിട്ടുള്ള വേറെ മേഖലയിലേക്ക് വന്നിട്ടുള്ളവർ ടേൺഡ് ഇൻ ടു ഡയറക്ടേഴ്സ്. അതെ, അങ്ങനത്തെ കുറച്ച് പേരെടുത്തിട്ട് നമുക്ക് അവരെ പറ്റിയിട്ട് അവരുടെ വന്ന കാര്യങ്ങളൊക്കെ പറയാം. അതെ, അതാണ് നമ്മുടെ ഉദ്ദേശം. എപ്പിസോഡ് നമ്പർ 15. ഓക്കെ, അപ്പോൾ വെൽക്കം ടു ദ 15th എപ്പിസോഡ് ഓഫ് അൺഫിൽറ്റേർഡ്. അപ്പോൾ നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് കൊണ്ടുവന്നുണ്ട് ആൾക്കാർ ലിസ്റ്റൊക്കെ കൊണ്ടുവന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ തമിഴ് മലയാളം മേഖലയിലുള്ള സിനിമ മേഖലയിലുള്ളവരെ മേഖല നോക്കണ്ട പിക്ക് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഹാൻഡ് പിക്ക് ചെയ്തിട്ടുള്ളത് ഇത്രയും പേരെ കുറിച്ചാണ്. വരും എപ്പിസോഡിൽ കുറച്ച് പേരെ നമ്മൾ പിക്ക് ചെയ്യാത്തവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് പ്രഗത്ഭരില്ലാത്തോണ്ടല്ല, അല്ല, സമയക്കുറവുകൊണ്ടും ഒക്കെ ഉണ്ട്. വരുന്ന എപ്പിസോഡുകളിൽ ബാക്കിയുള്ളവരെ പിക്ക് ചെയ്യും. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് സംസാരിക്കാൻ പോകുന്നത് മലയാളത്തിലെ ഓൾ ടൈം ഫേവറേറ്റും ആദ്യത്തെ പടം തന്നെ ഭയങ്കരമായിട്ടൊരു ഫാൻ ഫോളോയിങ്ങും തുടങ്ങിയ ഒരു ഇൻഡസ്ട്രി തന്നെ. നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ സിനിമ തന്നെ പുള്ളി ഫസ്റ്റ് സിനിമയിലേക്ക് വന്നത് സിനിമോട്ടോഗ്രാഫറായിട്ടായിരുന്നു. കൂടുതലും മലയാളത്തിൽ തന്നെയാണ് ഫസ്റ്റ് തുടക്കം കുറിച്ചത്. നമ്മുടെ മമ്മൂക്കയുടെ സിനിമ ബ്ലാക്കിലായിരുന്നു ആദ്യത്തെ സിനിമോട്ടോഗ്രാഫി ചെയ്തത്. എൻ ജി സാറിൻ്റെ ഒപ്പം ബ്ലാക്ക് എന്ന സിനിമയിലായിരുന്നു. പിന്നെ ഹിന്ദിയിലേക്ക് വിട്ടു. റാം ഗോപാൽ വർമ്മയുടെ കൂടെ RGVയുടെ കൂടെ ആയിരുന്നു പിന്നെയുള്ള സിനിമകൾ ചെയ്തത്. അതെ, പുള്ളി ശിവ പോലത്തെ പടങ്ങളൊക്കെ അതാണ്. പക്ഷെ ഇപ്പൊ പുള്ളി കുറേ ഡൗൺഫാളിലാണെങ്കിൽ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ പുള്ളിയുടെ പഴയ പടങ്ങളൊക്കെ വളരെ അടിപൊളിയാണ്. നമുക്ക് കണ്ടു നോക്കാവുന്ന ലിസ്റ്റിലുള്ള പടങ്ങളുണ്ട്. തെലുങ്ക് പടം രക്തചരിത്ര, അത് ആ പടമൊക്കെ പുള്ളി വളരെ അടിപൊളിയാണ്. അപ്പോൾ പുള്ളിയുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു നല്ലൊരു പുള്ളിയുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു പയ്യനായിരുന്നു നമ്മൾ ഇപ്പോൾ സംസാരിക്കാൻ പോകുന്ന ആള്. പുള്ളി ചെയ്ത ആദ്യത്തെ സിനിമയാണ് മമ്മൂക്കയുടെ ഏറ്റവും കൾട്ട് ഫോളോയിങ് ഉള്ള ഒരു ക്യാരക്ടറുള്ളൊരു സിനിമയാണ്. ഭയങ്കര ഡിഫറൻസ് മലയാള സിനിമയിൽ സ്ലോ മോഷൻ ഒക്കെ കൊണ്ടുവന്നതിൻ്റെ പടത്തിന് ബിഗ് ബി ഡയറക്റ്റ് ചെയ്ത അമൽ നീരദിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. ഇപ്പോൾ തുടക്കം പറഞ്ഞ പോലെ ഒരു സിനിമാറ്റോഗ്രാഫറായിട്ട് വന്നു. അല്ല, അത് ബിഗ് ബിയില് തന്നെ ആള് സിനിമാറ്റോഗ്രാഫർ ആയതിന്റെ ഗുണങ്ങൾ ബിഗ് ബിയിലുണ്ട്. ബിഗ് ബിയില് അല്ല പുള്ളി ഡയറക്ഷൻ മാത്രമേ ഉള്ളൂ ബിഗ് ബിയില്. സ്ക്രീൻ പ്ലേ സഹായിച്ചിട്ടുണ്ട്. പുള്ളി ഫസ്റ്റ് ആ പടത്തിൽ ചെയ്ത സമീർ താഹിറാണ്. പക്ഷെ പുള്ളി പറയേണ്ടിയിരിക്കുന്നു പുള്ളിനെ പറ്റി നമ്മൾ ഇത് കഴിഞ്ഞിട്ട് പറയുന്നു. അപ്പം എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഡയറക്ടർ തന്നെയാണ് അമൽ നീരദ്. അതായത് ആ ഒരു സമയത്ത് മലയാളത്തിൽ നമ്മൾ അങ്ങനത്തെ ഒരു മേക്കിംഗ് വന്നിട്ടില്ല. മേക്കിംഗ് കണ്ടില്ല. ഹോളിവുഡ് സ്റ്റൈലിൽ നിന്നൊക്കെ നമുക്കിങ്ങനെ പറയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കുറെ ട്രോളൊക്കെ അന്ന് വന്നെങ്കിലും പക്ഷെ ഇപ്പോൾ അന്ന് ജനങ്ങൾ അത്രയ്ക്കും അന്നത്തെ ഒരു ജനറേഷൻ അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടിയായിരുന്നു.
പക്ഷെ എന്നാലും ആ പടത്തിന് ഭയങ്കര ഫോളോയിങ്, അന്നും ഹിറ്റായ ഒരു പടമായിരുന്നു. മറ്റേ പാന്റില് ചെങ്ങലൊക്കെ ആ, ഇട്ടിട്ട് ചെങ്ങല pant. അതൊക്കെ എന്ത് ട്രെൻഡ് ആയിരുന്നു ആ ഒരു സമയത്ത്. ഹോളിവുഡ് സ്റ്റൈലായിരുന്നു മൊത്തം. അതിൻ്റെ മൊത്തത്തിലൊരു പരിപാടി, ഒരു സ്ലോ പരിപാടി ആയിരുന്നു എന്നാണ് അന്ന് പറഞ്ഞത്. അന്നത്തെ മലയാള അല്ല, സിനിമകൾ BGM ആയാലും BGMന്റെ എല്ലാം, പാറ്റേൺസ് ഒക്കെ ഒരു ഹോളിവുഡ് ലെവലിലേക്കാണ് ആ ഒരു പടത്തിൽ ആ നിന്ന് മാറി. പടത്തിൽ നിന്ന് വന്നത്. ബിഗ് ബിയിൽ പക്ഷെ ബിഗ് ബി ആ പിന്നെ സ്റ്റൈലിഷ് ആയിരുന്നു. സാധനങ്ങൾ കൊണ്ടുവരണം. പക്ഷെ ആ ആളുടെ സെക്കൻഡ് സാഗരശയ്ക്കായാലും മോഹൻലാൽ ഭയങ്കര സ്റ്റൈലിഷ് ഇൻട്രൊഡക്ഷൻ ഭയങ്കര ഒരു ഇൻട്രോ ഭയങ്കര ഒരു അടിപൊളി സംഭവമായിരുന്നു അത്. പക്ഷെ ബിഗ് ബി ആസ് എ ഫിലിം ഞാൻ കാണുമ്പോൾ തൊട്ട് എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിരുന്നു. കാരണം ആദ്യത്തെ ഒരു ആ പാട്ട് കഴിയുമ്പോൾ തന്നെ നമ്മൾ ആ പടത്തിൽ ഇന്നാവും. ബിഗ് ബി ഒക്കെ ഞാൻ ചേട്ടൻ്റെ കൂടെ തിയേറ്ററിൽ പോയി കണ്ട പടങ്ങളാണ്. അന്നൊക്കെ നമ്മൾ ടിക്കറ്റ് ബുക്ക് മൈ ഷോ അല്ല, തിയേറ്ററിന്റെ ഉള്ളിൽ ക്യൂ നിന്ന് അടി ഉണ്ടാക്കിയാണ് പടം കാണാൻ പറ്റുള്ളൂ. അന്ന് അത് ഓണം എന്തോ സീസണായിരുന്നു. ആ സമയത്ത് തിയേറ്ററിൽ ഇപ്പോൾ 2 സ്ക്രീനുള്ള തിയേറ്ററൊക്കെ ആണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം വിനോദയാത്ര ഓടുന്നു, അത് കഴിഞ്ഞിട്ട് ഇത് ഓടുന്നു, ചുട്ടേ മുമ്പേ ഓടുന്നു. ഭയങ്കര ഫെസ്റ്റിവൽ സമയത്ത് ഭയങ്കര ഹിറ്റായിരുന്നു. അടിപൊളി പടമായിരുന്നു. കാരണം ആ പടങ്ങൾ ഉള്ളതുകൊണ്ട് ഇത് മുങ്ങിപ്പോയതായിരിക്കും. അന്ന് വെച്ചാൽ അമൽനീരദ് അന്ന് ഒരു ന്യൂ കമറാണ്, ആദ്യമായിട്ട് സിനിമ ചെയ്യുന്നു. അല്ല, ചോട്ടാമുമ്പയുടെ ഡയറക്ടറും ന്യൂ കമറാണ്. അല്ലല്ല, പുള്ളി രാജമാണിക്യം കഴിഞ്ഞിട്ട് പുള്ളിയുടെ പടമായിരുന്നു. അപ്പം ഭയങ്കര ഹൈപ്പായിരുന്നു ആ പടത്തിന്. കാരണം ഒരു ഇൻഡസ്ട്രി ഹിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഒരു പടം ചെയ്ത് കഴിയുമ്പോൾ പുള്ളിക്ക് ഭയങ്കര ഹിറ്റായിരുന്നു. പിന്നെ ഓൾറെഡി വിനോദയാത്ര ചെയ്തത് നമ്മൾ സത്യനന്ദിക്കാട് സാറാണ്. അപ്പോൾ ആ പടത്തിന് ഫാമിലി പീക്ക് ടൈം ആയിരുന്നു. അപ്പം അങ്ങനെ ഇത് വരും. അപ്പോൾ പുള്ളി സിനിമാറ്റോഗ്രാഫറായിട്ട് വന്ന ഒരു അടിപൊളി മനുഷ്യനാണ്. ഇപ്പോഴും പുള്ളിയുടെ പടങ്ങൾ ഇറങ്ങാൻ വേണ്ടി വെയിറ്റിംഗ് ആണ്. ഇപ്പോൾ ബെസ്ലിനെ വെച്ച് ഡ്യുവറ്റ്സ് അത് നമ്മൾ ഭയങ്കര വെയിറ്റ് ചെയ്യുന്നൊരു പടമാണ്. അപ്പോൾ പുള്ളി ആള് ചെയ്തേക്കണ വെറൈറ്റീസ് ആണ്. ഷോർട്സിന്റെ ഒക്കെ വെറൈറ്റി. അത് ആള് സിനിമാറ്റോഗ്രാഫർ ആയോണ്ടാണ് ഡയറക്ഷനിൽ ആ ഒരു വെറൈറ്റി കൊണ്ടുവരുന്നത്. സൂപ്പർ സ്ലോമോ എന്ന് പറഞ്ഞ സംഭവമൊക്കെ ഇപ്പൊ അൻവർ സിനിമ എടുക്കുകയാണെങ്കിൽ അതിനകത്ത് ഇഷ്ടം പോലെയുണ്ട്. അത് ബിഗ് ബീൻസ് ആകലെ ആ കാലത്തും അല്ല, ഇപ്പൊ വരുത്തം വന്നപ്പോ തന്നെ സ്ലോ പടമാണത്. പക്ഷെ ആ ക്ലൈമാക്സിൽ ആ ഒരു പോർഷൻ മാറി, ആ പടത്തിന്റെ തന്നെ മാറി. പുള്ളി സിനിമാറ്റോഗ്രാഫർ ആയിട്ടുള്ള പടങ്ങൾ എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള പടങ്ങളാണ്. ആസ് എ പുള്ളി ഡയറക്ടർ സിനിമാറ്റോഗ്രാഫർ എന്ന് തിരിക്കുമ്പോൾ എനിക്ക് കുറച്ചുകൂടെയും ഇഷ്ടമുള്ള ഒരു സംഭവം സിനിമാറ്റോഗ്രാഫറാണ്. ഇയോബിൻ്റെ പുസ്തകമാണെങ്കിലും പുള്ളിയാണ് ചെയ്തത്. അപ്പം അതാണെങ്കിലും ബാച്ചിലർ പാർട്ടിയുടെ DOP പുള്ളിയാണ്. ആ സമയത്തൊക്കെ പുള്ളി അത് ഭയങ്കര കിടിലായിട്ടുള്ളൊരു സിനിമാറ്റോഗ്രാഫി. പിന്നെ ട്രാൻസ് പുള്ളിയാണ് ചെയ്തത് സിനിമാറ്റോഗ്രാഫി. അത് ഭയങ്കര ഫേവറേറ്റ് പാട്ടാണ്. അപ്പം ഞാൻ ശ്രീയോട് ചോദിക്കുകയാണ്, അമൽനീരദിന്റെ ഏത് ആസ് എ ഡയറക്ടർ? എനിക്ക് ആസ് എ ഡയറക്ടറാണ് കൂടുതൽ ഇഷ്ടമല്ലേ. കാരണം കുറച്ച് വെറൈറ്റീസ് കൊണ്ടുവന്നുണ്ട് ആള്. ഇപ്പൊ ബാച്ചിലർ പാർട്ടി ആയാലും സംഭവം വന്ന് അത്ര ഹിറ്റല്ല, ഹിറ്റായിരുന്നു പടം. ആണോ? നല്ല ഹിറ്റായിരുന്നു. പുള്ളി തന്നെയാണ് പ്രൊഡ്യൂസർ. പുള്ളി തന്നെ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് ആ സിനിമ ചെയ്ത് പുള്ളിക്ക് ഭയങ്കര ലാഭമായിട്ടുള്ള ഒരു പടമാണ്. ഫിനാൻഷ്യലി അല്ല ഞാൻ പറഞ്ഞ ഹിറ്റ് എന്നുള്ളത്, ഫിനാൻഷ്യലി അല്ല, ആൾക്കാരുടെ ഇടയിലുള്ള ഒരു അത് അതിന്റെ ക്ലൈമാക്സ് ഒക്കെ കാരണം അന്നത്തെ ഒരു മേജർ ഓഡിയൻസ് ആളൊരു വെറൈറ്റി സംഭവം എപ്പോഴും പരീക്ഷിക്കും. പുള്ളിയുടെ അവസാനം ഭീഷ്മർമാണെങ്കിലും 20ാം നൂറ്റാണ്ടിന്റെ ഒരു മേ ബി സ്പിൻ ഓഫ് പോലത്തെ ഒരു പരിപാടിയാണത്. സെക്കൻഡ് പാർട്ടാണ്. SN സ്വാമി തന്നെയാണ് അതും എഴുതിയിരിക്കുന്നത്. ആ സമയത്തൊക്കെ ഉണ്ട് SN സ്വാമി എൻ്റെ നല്ല ആള് കൊണ്ടുപോയി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം അത് പുള്ളി അടിപൊളി ഒരു ഒരു സിനിമാറ്റോഗ്രാഫർ എന്ന് വളരെ അടിപൊളിയായിട്ട് ടേൺ ചെയ്തൊരു ഡയറക്ടറാണ്. സക്സസ്ഫുൾ ആണ്. ഭീഷ്മയൊക്കെ ഇപ്പൊ റീസെന്റ് ചെയ്താണ്. വളരെ അടിപൊളി മേക്കിംഗ് ആണ് പുള്ളിയുടെ. അതായത് ലിമിറ്റഡ് സ്പേസിന്റെ ഉള്ളിൽ വെച്ചിട്ട് ഒരു ഗ്രാൻഡർ പരിപാടി പിടിക്കും. അത് എല്ലാം ആ സിനിമയുടെ എല്ലാം അടിപൊളിയാക്കാൻ വേണ്ടി, എല്ലാ ഡിപ്പാർട്ട്മെന്റും അടിപൊളിയാക്കാൻ വേണ്ടി പുള്ളിക്ക് പറ്റും. അപ്പം പുള്ളി അപ്പം മൊത്തത്തിൽ പുള്ളി ഒരു പൊളിയാണ്. പുള്ളിയുടെ ഇപ്പോൾ ബിലാൽ എന്ന സിനിമ വരും. ഏത് കാലത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്നു എപ്പോഴും അതാ സിനിമ വരാൻ വേണ്ടി. ബിലാലിന് ഇത്ര എക്സ്പെക്ടേഷൻ വരാൻ കാരണം ആളുടെ ഫസ്റ്റ് പടം ഇന്നും ആൾക്കാർ ഇഷ്ടപ്പെടുന്നു, സംസാരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അപ്പം ഞാൻ അത് ഒഫീഷ്യൽ റീമേക്ക് അല്ലെങ്കിൽ കൂടെ റീമേക്ക് ആയിരിക്കും അതിനെ അല്ല. ബിഗ് ബിയുടെ കാര്യം ഞാൻ പറഞ്ഞ ബിഗ് ബി സ്പിൻ ഓഫ് സെക്കൻഡ് അല്ലടാ, ബിഗ് ബി തന്നെ റീമേക്ക് അല്ലല്ലോ ശരിക്കും, ഒഫീഷ്യൽ റീമേക്ക് അല്ലല്ലോ. അല്ലല്ല, അത് ഫോർ ബ്രദേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ആ കഥ സെയിം ആണെങ്കിൽ അത് കൊച്ചിയിലേക്ക് കൾച്ചറിലേക്ക് കൊണ്ടുവന്നു. ഭയങ്കര നമുക്ക് ദഹിക്കാൻ പാകത്തിനാക്കി. അതെ. പക്ഷെ അന്നും കുറച്ച് ഇതുണ്ടെങ്കിൽ പോലും പിന്നെ നമ്മുടെ ഏറ്റവും ഫേവറേറ്റ് ലിസ്റ്റിലേക്ക് വന്നു. അപ്പം ഇനിയിപ്പം
ഇനിയിപ്പോൾ നമ്മുടെ ശ്രീ അടുത്ത ആളുടെ പേര് പറയാണ്. ശ്രീയുടെ ഒരു ഫേവറേറ്റ് സിനിമോട്ടോഗ്രാഫർ ടേൺഡ് ഇൻടു ഡയറക്ടർ. ഈ നമ്മളടുത്ത ആളുടെ പേരിലേക്ക് പോണേക്ക് മുമ്പ് നമ്മൾ ഇതിന്റെ സമീർ താഹിറിന്റെ കാര്യം വിട്ടുപോയി. അതെ അതെ അതെ, സമീർ താഹിർ. അതായത് ബിഗ് ബിയില് സമീർ താഹിർ വന്നു. അതെ, പുള്ളിയും ഡയറക്ടറായി. പുള്ളിയും പുള്ളിയുടെയും ഈ നീലാകാശത്തിന്റെ ഒക്കെ പിന്നാലെ പോവാത്ത പിള്ളേര് ഒരു കാലത്തില്ല. അപ്പെടുക്കും ബുള്ളറ്റ് എടുത്ത് വിടും. ബുള്ളറ്റ് എടുത്ത് വിടുക എന്നുള്ള പുള്ളിയുടെ അത് നീലാകാശം ഉണ്ടാക്കിയ ഒരു ഓളമുണ്ട്. സമീർ താഹിറാണ് ഡയറക്ടർ. അതെ തന്നെ, നീലാകാശം ഉണ്ടാക്കി ഫസ്റ്റ് പടം ചാപ്പാകുരിശ്. അതും ഒരു റവല്യൂഷൻ സാധനമായിരുന്നു. അതെ, 70 ക്യാമറയില് 5D ക്യാമറയില് ഷൂട്ട് ചെയ്തു, ഡിജിറ്റൽ ക്യാമറയിൽ ഷൂട്ട് ചെയ്ത ഒരു സിനിമ. അത് ഭയങ്കര പോപ്പുലർ ആയിട്ട് അന്ന് മാറുകയും ചെയ്തു. ഫഹദ് ഫാസിലിനൊക്കെ ഭയങ്കര പോപ്പുലാരിറ്റി ആയിട്ടൊരു പടമാണ്. വിനീത് ശ്രീനിവാസനായാലും രണ്ടുപേരും പെർഫോമൻസിനൊക്കെ എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്ത കാര്യങ്ങൾ. അല്ല, റീസെന്റ് ഇപ്പൊ ആവേശം ചെയ്ത സമീർ താഹിറാണ്. അപ്പം പുള്ളിയുടെ അതും വളരെ ഒരു കിക്ക് ഓഫ് പരിപാടിയായിരുന്നു. പുള്ളി ഇപ്പോഴും ഭയങ്കര ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു സിനിമോട്ടോഗ്രാഫർ. പുള്ളിയും ചിലപ്പോൾ അമൽ നീരദ് കണ്ടിട്ടാ കൊള്ളാം, ഡയറക്ഷനും പിടിക്കാം എന്നും പറഞ്ഞിട്ട് ചിലപ്പോൾ ഇറങ്ങിയതായിരിക്കും. അതെ, പുള്ളി അടിപൊളി മനുഷ്യനാണ്. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ആള് സമീർ താഹിർ ബോണസ് കിട്ടിയതാ. അതെ, ഒഫീഷ്യലി നമ്മുടെ സെക്കൻഡ് ആളെന്ന് പറഞ്ഞാൽ അതും ഒരു സിനിമാറ്റോഗ്രാഫർ ടേൺഡ് ഇൻടു ഡയറക്ടർ തന്നെയാണ്. അത് പക്ഷേ ഇത്രയും കൂടെ ലെജൻഡ് എന്ന് വേണമെങ്കിൽ വിളിക്കാളെ. അതെ, അപ്പോൾ ആളിപ്പോ ജീവനോടില്ല. ആള് ഈ കോവിഡ് കഴിഞ്ഞ് 2023 സിനിമാറ്റോഗ്രാഫറായിട്ട് ഫസ്റ്റ് പടത്തിലെ ഫസ്റ്റത്തെ ക്രെഡിറ്റ് സീനിൽ തന്നെ ആളുടെ വില മനസ്സിലായി. ആ പടത്തിൽ തന്നെ നാഷണൽ അവാർഡ്, ഫസ്റ്റ് പടത്തിൽ നാഷണൽ അവാർഡ്. ഫസ്റ്റ് പുള്ളി സിനിമോട്ടോഗ്രാഫർ ആയിട്ടുള്ള ഫസ്റ്റ് പടത്തിന് തന്നെ അതും നമുക്ക് അഭിമാനിക്കാം. ഒരു മലയാള പടത്തിൽ നിന്നാണ് പുള്ളിക്ക് കിട്ടിയത്. അതും ഓൾ ടൈം ഫേവറേറ്റ്, മലയാളികളുടെ ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ളൊരു പടമാണത്. തേന്മാവിൻ കൊമ്പത്ത്. അതെ, പ്രിയദർശൻ സംവിധാനം ചെയ്ത, നമ്മുടെ ലാലേട്ടൻ അഭിനയിച്ച, ലാലേട്ടൻ മാത്രമല്ല ലാലേട്ടൻ ശോഭന കോംബോയിൽ ഇറങ്ങിയ, എല്ലാവരും മത്സരിച്ച് അഭിനയിച്ച എവർ ഹിറ്റ് ഒരു പടമാണ് തേന്മാവിൻ കൊമ്പത്ത്. അതിൻ്റെ സിനിമോട്ടോഗ്രാഫറായിട്ടുള്ള KV ആനന്ദ് സാറായിരുന്നു നമ്മുടെ അടുത്ത സിനിമാറ്റോഗ്രാഫർ ടേൺഡ് ഡയറക്ടർ. അതെ, വളരെ ലെജൻഡ് ആയിട്ടുള്ള ഒരാള്. നമ്മളെല്ലാവരും സിനിമാറ്റോഗ്രാഫർ ടേൺഡ് ഡയറക്ടർ അടുത്തേൽ മാറ്റാം. അപ്പം അങ്ങനത്തെ ഒരു വളരെ അടിപൊളി മനുഷ്യൻ. തേന്മാവിൻ കൊമ്പത്തിലെ ഫസ്റ്റ് പാട്ട് തന്നെ സോങ് തന്നെ, അതിന്റെ വിഷ്വൽസ് എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും ഒരു നമ്മൾ ഫാന്റാസ്റ്റിക് ആയിട്ടുള്ള വാവ് ഫാക്ടറൊക്കെ നിറഞ്ഞിരിക്കുന്ന ഒരു പാട്ട്. അതായത് എൻ്റെ ഒന്നും കുട്ടിക്കാലത്തിൽ മറ്റേ കാളവണ്ടിയും അതിന്റെ അടിയിൽ റാന്തൽ തൂക്കിയിട്ടുള്ളതൊന്നും കണ്ടിട്ടില്ല. അപ്പോഴേക്കും അതൊക്കെ നിന്നുപോയി. പക്ഷെ ഞാനിപ്പോഴും അത് ഓർത്തിരിക്കുന്നത് തേമാങ്കാരനാണ്. അത്ര ഭംഗിയിൽ എടുത്തു വെച്ചിട്ടുണ്ട് സാധനമൊക്കെ. അല്ല, നമ്മള് ഇപ്പൊ എല്ലാവരും പറയാറുണ്ട്, നമ്മളൊരു സിനിമ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഏതെങ്കിലും ഒരു സ്ക്രീൻഷോട്ട് എടുത്തു കഴിഞ്ഞാൽ ഒരു ഫ്രെയിം കിട്ടും എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട്. ആ സിനിമയിലാണ് ശരിക്കും ഓരോ ഫ്രെയിമിനും അത്രയും വിഷ്വൽ ബ്യൂട്ടി സംഭവങ്ങളൊക്കെ വരുന്നത്. അതായത് ഇവര് ലാസ്റ്റ് മറ്റേ ഇവര് ഓടിക്കൂലേ, മോഹൻലാലിനെയൊക്കെ ഓടിക്കൂലേ ഒരു കനാലിൽ കൂടെ കണ്ട്, അതൊക്കെ കിട്ടില്ല. സ്ലോ മോ ഷോട്ട്, ഹൈ സ്പീഡ് ഷോട്ട്സ് ഒക്കെ. അതെ, ഭയങ്കര ഒരു അടിപൊളി പടമാണ്. അതിന്റെ പാട്ടുകളാണെങ്കിലും അത് എടുത്തേക്കുന്ന വിഷ്വലി ഭയങ്കര വിഷ്വൽ ബ്യൂട്ടി ആയിട്ടുള്ള ഒരു പടം. ഇപ്പൊ ക്യാമറമാനെ സമ്മതിക്കുന്ന ലൊക്കേഷൻ സ്കൗട്ട് ചെയ്ത ടീമിനെ ഭയങ്കര അടിപൊളി സംഭവമാണ്. അത് എന്താ പറയുക, അത് നമ്മളിപ്പോൾ പറയില്ലേ ഈ ഏറ്റവും നല്ല ഫ്രെയിംസ് ഉള്ള പടം എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ഏറ്റവും അതിൻ്റെ ഒരു ഏറ്റവും പഴയ പടം എന്ന് പറയുമ്പോൾ അത് വരുള്ളൂ. അത് പുള്ളി ഡയറക്ടർ ആയതിനു ശേഷം ഈ ഒരു സംഭവം ആൾ കീപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ആളുടെ ഫസ്റ്റ് കനാക്കണ്ടേൻ അത്ര ഹിറ്റായ, ഭയങ്കര ഫാൻ ഫോളോയിങ് ഉള്ള പടമൊന്നുമല്ല, നല്ല പടമാണ്. ആ പടത്തിൽ സോഷ്യൽ അവയർനെസ് പടമാണെങ്കിൽ പോലും പൃഥ്വിരാജിന് നമ്മൾ തമിഴ് ഇൻഡസ്ട്രിയിൽ ഭയങ്കരമായിട്ടൊരു പോപ്പുലാരിറ്റി നേടിക്കൊടുത്തൊരു പടമാണ് കനാക്കണ്ടേ എന്ന് പറഞ്ഞുള്ള പടം. അത് കഴിഞ്ഞിട്ടാണ് അയൻ ചെയ്തല്ലേ? അതെ, അത് കഴിഞ്ഞിട്ടാണ് പുള്ളി സൂര്യയുടെ നമ്മളെല്ലാവരും ഏറ്റവും ഫേവറേറ്റ് പടമായിട്ടുള്ള അയൻ ചെയ്തത്. റോളക്സ് ഒക്കെ ഉണ്ടായിരുന്നു. അത് വളരെ അടിപൊളി ഒരു പടമായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ വന്നതാണ് അനേകൻ, മാട്രാൻ, കവൻ, അവസാനത്തെ പടവും സൂര്യന് കൂടെയായിരുന്നു. അല്ല, ഈ പടങ്ങളിലൊക്കെ പാട്ടുകള്, അതായത് KV ആനന്ദ് ഹാരിസിന്റെ കോംബോ ഇതിലത്തെ പാട്ടുകളൊക്കെ ആള് പുറത്തു പോകും. അപ്പൊ പാട്ട് കിട്ടിയ പുറത്തു പോകും. അസാധ്യ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഒരു പാറയും അതിന്റെ തുമ്പത്തൊരു കല്ലൊക്കെ വീഴാൻ നിൽക്കണ്ട. അത് ഭയങ്കര റിസ്കി ഷോട്ട്സുകളായിരുന്നു പുള്ളി കൂടുതലും. ഡയറക്ടർ ആയാലും
പുള്ളി അതാണ് കീപ്പ് ചെയ്തുകൊണ്ടിരുന്നത്. അതുപോലെ പുള്ളിയുടെ അവസാനത്തെ പടത്തിൽ സൂര്യയും മോഹൻലാൽ സാറും ഉണ്ടായിരുന്നു. അപ്പം പുള്ളി ആദ്യമായിട്ട് ഫ്രെയിം വെച്ച ആളുടെ ലാലേട്ടനാണല്ലോ. ആ ആക്ടർ തന്നെ ലാലേട്ടനുണ്ട്. അപ്പം പുള്ളിയുടെ അവസാനത്തെ പടത്തിലും ലാലേട്ടനുണ്ട്. അപ്പം അങ്ങനെ ഒരു അതായത് പുള്ളിയുടെ പടങ്ങളിലൊക്കെ ഞാൻ ശ്രദ്ധിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമേഴ്ഷ്യൽ പടങ്ങളാണ്. അതിൻ്റെ കൂടെ കമേഴ്ഷ്യൽ പടങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള മാസ് സീൻസുകൾ, പാട്ടുകൾ, ഇൻട്രോ, അങ്ങനത്തെ പരിപാടി ഉണ്ടാവും. ഒപ്പം സോഷ്യൽ അവയർനെസ് പരിപാടി ഉണ്ടാവും. ഇപ്പൊ അയനെടുത്താലും ആയാലും സ്മഗ്ലിങ് അതൊക്കെ തെറ്റാണ്, അങ്ങനത്തെ ഒരു കാര്യം ഒരു പറഞ്ഞ് നല്ല ഇഷ്ടപ്പെടുന്ന രീതിയിൽ പറഞ്ഞു. കോ ആയാലും ജേർണലിസം, കവനും ജേർണലിസം ആണ്, മാട്രാൻ അതിലെ എനർജി ഓൺ ആ ഒരു സയൻസ് ഫിക്ഷൻ ആണെങ്കിലും നമുക്ക് ഇൻഫർമേഷൻ കിട്ടും. ഇതെന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ കൂടുതലും ശങ്കറിന്റെ കൂടെ സിനിമാറ്റോഗ്രാഫറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. പുള്ളി അവസാനമായിട്ട് ജെന്റിൽമാന്റെ തന്നെ റീമേക്ക് ഉണ്ട്, നായക് അല്ല മുതൽവന്റെ റീമേക്ക് നായക്. ഇതൊക്കെ ആള് ക്യാമറ ചെയ്തിട്ടുണ്ട്. ഇതേ ഫോർമാറ്റാണ്, കമേഴ്ഷ്യൽ പടമാണ്, ഒപ്പം സോഷ്യൽ അവയർനെസ് പരിപാടി ഉണ്ട്. വളരെ ശിവാജിയാണ് പുള്ളി അവസാനമായിട്ട് സിനിമാറ്റോഗ്രാഫി ചെയ്ത പടം. നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ ശിവാജിയുടെ എന്നാള് ഒരു BTS ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് എഡിറ്റർക്ക് ഇപ്പൊ ഒരു സീൻ എന്ന് പറഞ്ഞാൽ 3-4 ആംഗിളിൽ നിന്ന് എടുക്കൂലോ, എന്നിട്ട് എഡിറ്റിംഗ് ടേബിളിലിട്ട് ഇപ്പൊ ഒക്കെ എന്ന് പറഞ്ഞാൽ എഡിറ്റിംഗ് ടേബിളിലിട്ട് കട്ട് ചെയ്യുക, ഈ ഡയലോഗിന്റെ മിഡ് വയ്ക്കാം, അടുത്തതിന്റെ ക്ലോസ് വയ്ക്കാം, അങ്ങനെയൊക്കെ പറയും. ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശങ്കർ അവിടുന്ന് ആക്ഷൻ പറയും, ജസ്റ്റ് രജനീകാന്ത് തിരിഞ്ഞു നിന്നിട്ട് വണക്കം അല്ലെങ്കിൽ ഹായ് അങ്ങനെ എന്തോ ഒരു സാധനം പറയണം, കട്ട്, പിന്നെ നേരെ ആംഗിൾ മാറ്റി എഡിറ്റ് ചെയ്തുകൊണ്ടാണ് ഷൂട്ട് ചെയ്ത് പോകുന്നത്. കട്ട്സ് ഭയങ്കര കൂടുതൽ. കാരണം അന്ന് ഫിലിമാണ്, അതെ പുള്ളി വിഷൻ, അത്ര വിഷൻ ഉണ്ട്. ശങ്കറിനായാലും കേവ്യാനന്ദായാലും ഓക്കെ ഇതാണ് ആക്ഷൻ, ഇതാണ് കട്ട് പോയിന്റ്, അടുത്ത ഷോട്ട് ഇപ്പുറത്തുനിന്ന് വെച്ചാൽ കറക്റ്റ് ആയിരിക്കും. അത് ഇവരൊക്കെ ഫിലിം വേസ്റ്റ് ആവില്ല. ഫിലിമിലാണ് ഇവര് ഓൾറെഡി കേവ്യാനന്ദൊക്കെ ചെയ്തത്. അതും ഭയങ്കര നമുക്ക് അത്രയ്ക്കും കുറെ നേരം ഷൂട്ട് ചെയ്യാനും പറ്റില്ല, അത്രയും കട്ട്സ് വേണം. പിന്നെ സൗണ്ട് വരും. ഇപ്പൊ ഇമോഷണൽ സീനൊക്കെ അടുത്ത് വെച്ച് ഷൂട്ട് ചെയ്യുമ്പോ ഇതിന്റെ സൗണ്ട് വന്നോണ്ടിരിക്കും, ഫിലിം റോൾ ആവണം എന്റെ. അതൊക്കെയാണ് ഇപ്പൊ മറ്റേ നോളൻ ഒഡീസിയിൽ ചെയ്തപ്പോ സൗണ്ട് അക്വസ്റ്റിക് ചെയ്യാനായിട്ടുള്ള ബോക്സ് ഒക്കെ ഉണ്ടാക്കി ഐമാക്സ്. ക്യാമറ ഇത്ര ഉണ്ടാവും, ബോക്സ് ഇത്ര ഉണ്ട്, ഇതൊക്കെ ചുമക്കാർ 6 പേര് വേറെ. അതെ പുള്ളി വളരെ അടിപൊളി ഒരു മനുഷ്യനാണ്. ഇപ്പം അടുത്തത് നമ്മൾ പിന്നെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു മലയാളത്തിൽ നിന്നുള്ള ഒരു സിനിമാറ്റോഗ്രാഫർ അല്ല, ഒരു പ്രൊഡക്ഷൻ ഡിസൈനറാണ് പുള്ളി. ആർട്ട് ഡിപ്പാർട്ട്മെന്റിലാണ് പുള്ളി വർക്ക് ചെയ്യുന്നത്. പുള്ളി ഡയറക്ടർ ആയത് കഴിഞ്ഞ വർഷമാണ്, 2025. അത് എല്ലാവരും അറിയിച്ചു. അത് ഭയങ്കര എൻ്റെ ഏറ്റവും ഫേവറേറ്റ്, ആ വർഷത്തെ ഏറ്റവും ഫേവറേറ്റ് മൂവിയാണ്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പെർഫോമൻസ് ഉള്ള എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള, എന്നെ ഭയങ്കര ടച്ച് ചെയ്ത സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ. നോവൽ അഡാപ്റ്റേഷൻ അല്ലേ? അതെ 5-6 ചെറുപ്പക്കാരെന്ന് പറഞ്ഞിട്ടുള്ള ഇന്ദു ഗോപാൽ സാറിൻ്റെ നോവലിനെ ബേസ് ചെയ്തിട്ടുള്ള പടമാണ്. പടം നമ്മുടെ പൊന്മാനാണ്. അത് ഡയറക്റ്റ് ചെയ്തത് ജ്യോതി ശങ്കർ എന്ന് പറഞ്ഞ ആർട്ട് ഡയറക്ടർ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഡിസൈനർ എന്ന് പറയാം. ജ്യോതിഷ് ശങ്കർ. അതെ. അപ്പം പുള്ളിയുടെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് അസിസ്റ്റന്റ് ആർട്ട് ഡയറക്ടറായിട്ടാണ്. അത് കഴിഞ്ഞിട്ട് പുള്ളി ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഫസ്റ്റ് ചെയ്തത് നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആദാമിൻ്റെ മകൻ അബു എന്ന പടത്തിലാണ് പുള്ളി ആദ്യമായിട്ട് ചെയ്തത്. അതിലാണ് നാഷണൽ അവാർഡ് പടത്തിന് നാഷണൽ അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പുള്ളിയുടെ ഇപ്പോൾ റീസെൻ്റ്ലി ആണെങ്കിൽ പോലും പുള്ളി ചെയ്ത ബ്രഹ്മയുഗം വളരെ ശ്രദ്ധിക്കപ്പെട്ട ഒരു പടമാണ്. അത് ആർട്ട് എന്താന്ന് ജനറൽ ആയിട്ട് ആർട്ട് എന്താന്ന് അറിയാത്തവര് പോലും അപ്രീഷിയേറ്റ് ചെയ്യുന്ന അത്ര ഈ മനയാണ് ഇവരിങ്ങനെ ആക്കിയെടുത്ത്. നമ്മള് 10-25 സിനിമകളിൽ സ്ഥിരം കണ്ടോണ്ടിരിക്കുന്ന ഒരു മനയായിരുന്നു അത്. അതിന്റെ അത് മേക്ക് ഓവർ ചെയ്ത കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല അത് ആ മനയാണ്. അത്രയ്ക്കും ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു കോമൺ ജനറൽ ഓഡിയൻസിനൊന്നും ചിലപ്പോൾ അറിയില്ലായിരിക്കും ആർട്ട് ഡിപ്പാർട്ട്മെന്റ് ഇങ്ങനെ ഡിപ്പാർട്ട്മെന്റ് അവരിങ്ങനെ പണിയെടുക്കേണ്ടതെന്ന്. പക്ഷെ അവരെ പോലും മനസ്സിലാക്കിച്ചു, ഓക്കെ ഞങ്ങളുടെ അധ്വാനം ഇത്ര ഉണ്ട് എന്നുള്ളത്. അതൊക്കെ ഈ ബ്രഹ്മയുഗത്തിന്റെ വലിയ അച്ചീവ്മെന്റ്. അതന്നെ, ബ്രഹ്മയുഗം പുള്ളി ചെയ്തത് ഭയങ്കര അടിപൊളിയായിട്ടാണ്. പുള്ളി വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ഡയറക്ടറുമാണ്, അതേസമയം ഒരു പ്രൊഡക്ഷൻ ഒരു ആർട്ട് ഡയറക്ടറും കൂടിയാണ് പുള്ളി. ഡയറക്ടറായിട്ട് പൊന്മാൻ കഴിഞ്ഞിട്ട് വേറെ എന്തെങ്കിലും അനൗൺസ് ചെയ്യും? പുള്ളി ഒരെണ്ണം അടുത്തത് അനൗൺസ് ചെയ്തിട്ടുണ്ട്, ടൈറ്റിലും കാര്യങ്ങളൊന്നും ആയിട്ടില്ല. അപ്പൊ അതിന്റെ ഇങ്ങനെ പരിപാടികളൊന്നും നോവൽ അഡാപ്റ്റേഷൻ എന്തെങ്കിലും ആയിരിക്കും? അല്ല, പുള്ളി ആ സെയിം ഡയറക്ടറിന്റെ കൂടെയാണ് ചെയ്യുന്നത്, റൈറ്ററിന്റെ കൂടെയാണ് ചെയ്യുന്നത്. അന്നൊരു ഇൻഫർമേഷൻ മാത്രമേ പാസ് ചെയ്തിട്ടുള്ളൂ. അപ്പം വെയിറ്റിംഗ് ആണ് പുള്ളി. അത് അത്രയ്ക്കും ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ഭയങ്കര ലോക്കൽ ലൈസ്ഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്തിൻ്റെ കഥ പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, വളരെ അതിനകത്തെ ക്യാരക്ടേഴ്സിൻ്റെ ആണെങ്കിലും
അവരുടെ ഒരു തോട്ട് പ്രോസസ് ആണെങ്കിലും പൊന്മാനിൽ ആ പറയുന്ന പോലത്തെ ഏരിയ ശരിക്കും ഉണ്ടെന്നാണ്. ശരിക്കും ഇത് നടന്ന സംഭവമാണ് പടം. വളരെ അത് ഞാൻ കേട്ടായിരുന്നു. എന്നിട്ട് ആ ബേസിൽ അവതരിപ്പിച്ച ക്യാരക്ടർ ഇപ്പോഴും അവര് ജീവിച്ചിരിപ്പുണ്ടോ ഒരു ഐഡിയ ഇല്ല. പക്ഷെ ഇങ്ങനെയാണ് സംഭവിച്ചതെന്ന് പറയുന്നു. സിനിമാറ്റിക്കലി കുറച്ച് കൂടിയെങ്കിലും മാറ്റം വരുത്തുണ്ടെങ്കിൽ അതിന്റെ കോർ ബേസ് ഒക്കെ ഏകദേശം ഒരേപോലെ ആയിരുന്നു എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പം ആ സിനിമയും വളരെ അടിപൊളിയായിട്ടുള്ള സിനിമയാണ്. പുള്ളിയുടെ കുമ്പളങ്ങി നൈറ്റ്സ് പുള്ളിയാണ് പ്രൊഡക്ഷൻ ഡിസൈൻ ചെയ്തത്. അപ്പം അങ്ങനത്തെ വളരെ അടിപൊളിയായിട്ടുള്ള പടങ്ങൾ, പിന്നെ എന്നാം താൻ കേസ് കൊടുക്കുക, ഇതൊക്കെയാണ് പുള്ളി ചെയ്തിട്ടുള്ള പടം. അപ്പം പുള്ളിയും ആള് പ്രൊഡക്ഷൻ ഡിസൈൻ ഇപ്പോഴും വിട്ടുണ്ടാവില്ല. ഇല്ല ഉണ്ടാവില്ല. അപ്പം പടങ്ങൾ ഇനിയും വരും. പുള്ളിയുടെ രണ്ട് മേഖലയിലും അടിപൊളിയാണ്. അപ്പം അങ്ങനത്തെ ഒരു അടിപൊളി ആളെയാണ് ജ്യോതിഷ് ശങ്കർ എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഇനിയും പടങ്ങൾ വരട്ടെ. അതെ വരട്ടെ. ഇനി അടുത്തത് നമ്മുടെ ശ്രീയുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ആള് തന്നെയാണ്. അല്ല, നമ്മുടെ എല്ലാവരും ഫേവറേറ്റ് ആയിട്ടുള്ള എല്ലാവരും ഫേവറേറ്റ് ആണ് ആള്. പല മേഖല, ഇപ്പൊ നമ്മൾ ഒരു മേഖലയിൽ നിന്ന് മറ്റു മേഖല പല പല മേഖലകളിലാണ്. ഒരു ഇത്രയും വർഷത്തിൽ നമ്മുടെ അച്ഛൻ്റെ ഒക്കെ ജനറേഷൻ അവരോട് ചോദിച്ചാലും അവർക്ക് പറയാനായിട്ടൊരു സ്റ്റോറി ലൈൻ ഉണ്ടാവും, നമുക്കും പറയാനായിട്ടുണ്ടാവും. ഇഷ്ടമുള്ള, എല്ലാവർക്കും ഇഷ്ടമുള്ള, നമ്മൾ അതിശയിച്ചിട്ട് പോയിട്ടുള്ള, ഇന്ത്യയിൽ തന്നെ ഏറ്റവും നല്ല ഡാൻസർ എന്നറിയപ്പെടുന്ന മൈക്കിൾ ജാക്സൺ. അതെ, ഇന്ത്യൻ മൈക്കിൾ ജാക്സൺ എന്നറിയുന്ന പ്രഭുദേവയാണ് നമ്മുടെ അടുത്ത പുള്ളി. എനിക്ക് തോന്നുന്നു അടുത്ത ടേൺ ഇൻടു ഡയറക്ടർ. ഡയറക്ടർ എന്ന് പറയുമ്പോൾ എത്ര മേഖലയിൽ നിന്ന് ടേൺ ചെയ്താന്ന് പറയാൻ പറ്റും. ഇവിടെ വന്ന ഡയറക്ടർ. അതെ, പുള്ളി മൾട്ടി ടാലന്റ് ആയിട്ടുള്ള ഒരാളാണ് പുള്ളി. പുള്ളി ആദ്യം എനിക്ക് തോന്നുന്നു ഇങ്ങനെ കോ ആക്ടർ ആയിട്ട് അങ്ങനെ വന്നിരുന്നുണ്ട്. ഡാൻസ് കൊറിയോഗ്രാഫി അല്ല, ഡാൻസറായിട്ടാണ് പുള്ളി വന്നത്. അങ്ങനെയൊക്കെയാണ് വന്നത്. അപ്പം നമ്മളിപ്പം ആദ്യം ആൾക്കാർ ശ്രദ്ധിക്കുന്നത് തന്നെ മറ്റേ ഒരു ടൈറ്റിൽ കൊടുക്കണമെന്ന് പറഞ്ഞ് കാതലൻ. അപ്പൊ കാതലിനാണ് പുള്ളിയുടെ ഫസ്റ്റ് ഫീച്ചർ ഫിലിമായിട്ട് ഹീറോ ആയിട്ട്. ജെന്റിൽമാനില് പുള്ളിയുടെ ഒരു അതിന്റെ ഒരു സ്റ്റോറി ഞാൻ കേട്ടിട്ടുണ്ട്. ജെന്റിൽമാനിലെ ഒരു പാട്ടുണ്ടല്ലോ, ചിക്ക് ബുക്ക് ബുറയില്. അതിന്റെ പെർഫോമൻസ് ഒക്കെ കണ്ടിട്ട് ശങ്കർ ഭയങ്കര ഇഷ്ടമായിട്ട് ഈ കാതലനിൽ വേറെ ആരോ ആയിരുന്നു ആക്ടർ, അറിഞ്ഞൂടെ ആരായിരുന്നു കാസ്റ്റ് ചെയ്തതെന്ന് ഞാൻ മറന്നുപോയി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആ ആക്ടറിനെ ലാസ്റ്റ് ഡേറ്റ് കിട്ടാണ്ട് വരികയും വേറെ ആക്ടറൊന്നും ഇല്ലാണ്ട് വന്നപ്പോൾ ശങ്കർ ഇനീഷ്യേറ്റീവ് എടുത്ത് ഓക്കെ ഇന്ന മതി, പ്രഭുദേവ മതി എന്ന് പറഞ്ഞു. പ്രൊഡ്യൂസർ സമ്മതിച്ചില്ല അത്ര. ആളൊന്നും പറ്റില്ല, ആളെങ്ങനെ ശരിയാവുക, ഒരു വാല്യൂ ഇല്ലാത്ത ആളല്ല, ഒരു ഡാൻസർ അല്ലേ, കൊറിയോഗ്രാഫർ അല്ലേ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ശങ്കറാണ് ഭയങ്കര വാശി പിടിച്ച് ആള് മതി, റെഡിയാവും എന്ന് പറഞ്ഞ് കാസ്റ്റ് ചെയ്യും. പിന്നെ അറിയാലോ, എല്ലാ പാട്ടും ഹിറ്റ്, എല്ലാം ഭയങ്കര അടിപൊളി, ലൊക്കേഷൻസ് എല്ലാം അടിപൊളിയായിട്ടുള്ള, എന്ത് ചെയ്താലും ഹിറ്റ് എന്നുള്ളൊരു രണ്ടാമത്തെ പടമാണെങ്കിൽ പോലും അത്രയ്ക്കും ആൾക്കാർക്ക് പ്രതീക്ഷയായിരുന്നു. അതായത് ഭയങ്കര ഒരു അടിപൊളി പടമായിരുന്നു അതും. പിന്നെ പുള്ളി ഡയറക്ടറായിട്ട് മാറിയത് സംതിങ് എന്ന് പറഞ്ഞ പടത്തിന്റെ തെലുങ്ക് റീമേക്ക് അല്ല, പുള്ളിയാണ് ഒറിജിനൽ. ഓഡിയൻസിനോട് പറയാനുള്ളത് ഭയങ്കര പാടാണെന്ന് പറയാം. അതാണ് നമ്മൾ പറഞ്ഞത്. അങ്ങനെ പറഞ്ഞ എല്ലാരും കണ്ടിട്ടുണ്ട്. തൃശ്ശയുണ്ട്. ഈ ഒറിജിനൽ മൂവി ഡയറക്റ്റ് ചെയ്തത് പ്രഭുദേവ സാറാണ്. അതിനകത്ത് സിദ്ധാർത്ഥാണ് നായകനായിട്ട് വരുന്നത്. ആ പടം ഏറ്റവും കൂടുതൽ റീമേക്ക് ചെയ്തിട്ടുള്ള എല്ലാ ഭാഷയിലേക്കും, ഇന്ത്യയിലെ മിക്ക ഭാഷയിലേക്കും റീമേക്ക് പോയിട്ടുള്ള വളരെ ഹിറ്റായിട്ടുള്ള ഒരു പടമാണ്. അതിൻ്റെ ഹിന്ദിയും രാമയ്യ എന്ന ഒരു ടൈറ്റിലുള്ള പടം പ്രഭുദേവ തന്നെയാണ് ഹിന്ദി റീമേക്കും ചെയ്തിട്ടുള്ളത്. അത് ഭയങ്കര അടിപൊളിയാണ്. പുള്ളിയാണ് നമ്മുടെ പോക്കിരി എവർ ഹിറ്റ്, പിന്നെ വില്ല്, വെടി, പിന്നെ ഉണക്കും ഇത് എങ്കേയും കാതൽ സർപ്രൈസ് ആയിരുന്നു. അത്ര നാള് ഭയങ്കര ആക്ഷൻ അടിയൊക്കെ വന്നിട്ട് ഫുൾ, അതായത് ഒരു തമിഴ് പടം അങ്ങനത്തെ ഒരു ടെംപ്ലേറ്റിൽ റൊമാൻസ് പടമായാലും തമിഴിന്റെ കൾച്ചറിൽ നിന്നിട്ട് ഇത് ഫുൾ ഫോറിൻ ലൊക്കേഷൻസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള പുള്ളിയുടെ ഒരു ഫൺ. അതിലത്തെ കോമഡി ട്രാക്ക് ആയാലും ഒരു പുതിയൊരു ഫൺ ടൈപ്പ് അങ്ങനത്തെ ഒരു മൂഡിലൊക്കെ പോയി നല്ല രസമായിരുന്നു. ആക്ടറും പുള്ളിയുടെ ഭയങ്കര ഫ്രഷ് ഹൻസികേനെ കൊണ്ടുവന്നു, ഭയങ്കര ഫ്രഷ് ആയിരുന്നു, ഭയങ്കര അടിപൊളിയായിരുന്നു. പുള്ളി ഹിന്ദിയിലും റൗഡി റാത്തോർ തൊട്ട് ഇങ്ങോട്ടില്ല, പിന്നെ ആള് ഹിന്ദിയാണ്. പിന്നെ റൗഡി റാത്തോർ, ആർ രാജ്കുമാർ, പിന്നെ ഇപ്പൊ സിംഗ് ഈസ് ബ്ലിങ്, രാധേ
അങ്ങനെ വാണ്ടഡ്. അപ്പോൾ അങ്ങനെ സല്ലൂബായുടെ കൂടെയൊക്കെ പടം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇങ്ങോട്ട് വന്നിട്ടില്ല, പിന്നെ ഇങ്ങോട്ട് വന്നിട്ടുള്ള. പിന്നെ ഏറ്റവും കൂടുതൽ പുള്ളി ആക്റ്റീവായിട്ടുള്ള ഡയറക്ടർ എന്നല്ല, ആക്റ്റീവായിട്ടുള്ള ആക്ടറായിട്ടാണ് ദേവി, ABCD 2 ഇല്ല. പിന്നെ ലക്ഷ്മി ഭയങ്കര വേറൊരു സാധനമുണ്ട് പുള്ളി ആക്ട് ചെയ്തിട്ട് ഭയങ്കര അണ്ടർ റേറ്റഡ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. മെർക്കുറി. അതെ, നമ്മുടെ കാർത്തിക് സുബ്രാജിന്റെ വളരെ സൈലന്റ് ഫിലിം, സൗണ്ട് ഇല്ലാതെ. അത് നമുക്കൊരു എക്സ്പീരിയൻസ് ആണ്, കണ്ടു നോക്കാവുന്ന. ഡയലോഗ്സ് ഇല്ല അതിനകത്ത്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഉണ്ട്. പുള്ളി സിനിമ അതിൽ ബ്ലൈൻഡ് ആണെന്ന് പറഞ്ഞു. ബ്ലൈൻഡ് ആണ് ആള്. പുള്ളി എന്തോ മെർക്കുറി മേക്ക് ചെയ്യുന്ന ഒരു ഫാക്ടറി പേഴ്സൺ ആയിട്ടാണ് കാണിക്കുന്നത്. അത് ഹൊററാണ് എന്ന് പറയാം. സൂപ്പർ നാച്ചുറൽ പവേഴ്സ് ഒന്നും ഇല്ലാത്ത ഹൊറർ പടമാണ്. ഭയങ്കര ഒരു അടിപൊളി എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ അതൊക്കെ പ്രഭുദേവയുടെ നല്ലൊരു സൈഡായിരുന്നു. അപ്പം പുള്ളിയുടെ ആക്ടർ ആയിട്ട് കാതലൻ അതുപോലത്തെ പടം. പിന്നെയുള്ളത് പിന്നെ ആള് ഡാൻസർ ആയിരുന്നപ്പോൾ മലയാളത്തിലൊരു കണക്ഷൻ ഉണ്ടായി. അതെ, പുള്ളിയുടെ മലയാളം ആദ്യത്തെ പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോണി വാക്കർ. ഇപ്പോൾ നമ്മുടെ തുടരും സിനിമയിൽ കൂടെ വീണ്ടും ഹിറ്റായിട്ടുള്ള ശാന്തമായ രാത്രിയിൽ ആ പടം. അതാ ആ പാട്ട് കൊറിയോ ചെയ്തത്. അത് രണ്ടാമത്തെ മൂന്നാമത്തെ പടം എന്താണ്? അതെ, മൂന്നാമത്തെ പടം എന്താണ് ഡാൻസ് കൊറിയോ ആയിട്ട് ആള്. ഭയങ്കര ഒരു അടിപൊളി സംഭവമായിരുന്നു പുള്ളി ചെയ്തത്. പിന്നെ ഉണ്ടല്ലോ മലയാളത്തിൽ ഉറുമിയിലൊക്കെ ആള് അഭിനയിച്ചിട്ടുണ്ട്. കത്തനാറിലുണ്ട് ആള്. ഉണ്ട്. അങ്ങനെ ഇപ്പോൾ പുള്ളിയുടെയും കുറേ പ്രൊജക്ട്സ് ആക്ടറായിട്ട് വരാനുണ്ട്. ഡിറക്ഷൻ പരിപാടികളുണ്ടോയെന്ന് അറിയാൻ പാടില്ല. സൽമാൻ ഖാൻ്റെ ഇനി എന്തെങ്കിലും പടം ഉണ്ടാവുമായിരിക്കും, അല്ലെങ്കിൽ അക്ഷയ് കുമാറിന് ഉണ്ടാവും. അപ്പം അതും വെയിറ്റിംഗ് ആണ്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ ഡയറക്ടേഴ്സിൻ്റെ ഒക്കെ മേജർ വർക്ക്സൊക്കെ അടിപൊളിയാണ്. ഇതുവരെ പറഞ്ഞാൽ അമൽ നീരദാണെങ്കിലും, നമ്മൾ പറഞ്ഞ KV ആനന്ദ് സാറാണെങ്കിലും, ജ്യോതിഷ് ശങ്കർ ആണെങ്കിലും, പ്രഭുദേവയാണെങ്കിലും, ഇവരൊക്കെ ഇൻഡസ്ട്രിയിൽ അവരുടെ ഡയറക്ടർ പരിപാടിയിൽ സാറിന്റെ ഒഴികെ ബാക്കി എല്ലാവരെയും നമ്മൾ വെയിറ്റിംഗ് ആണ്. അതെ, വെയിറ്റിംഗ് ആണ്. ആളുടെ KV സാറിന്റെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ആളുടെ ചെയ്ത് വെച്ചേക്കണ തന്നെ ലെജൻഡ് സാധനമാണ്. ഈ ടേൺഡ് ഇപ്പം അവിടെ ഏത് മേഖലയിലായിരുന്നാലും ടേൺ ഇൻ ടു ഡയറക്ടേഴ്സിൽ വന്നപ്പോൾ വളരെ കിടിലം പടങ്ങളാണ് പുള്ളിയുടെ എല്ലാവരും ചെയ്തിട്ടുള്ളത്. അതെ, ഇപ്പം പ്രഭുദേവ സാറിൻ്റെ ആണെങ്കിലും ഫസ്റ്റ് സിനിമ ഇത്രയും റീമേക്ക് പോയി. KV ആനന്ദ് സാറിൻ്റെ പടം ആദ്യത്തെ പടം അല്ലെങ്കിൽ രണ്ടാമത്തെ പടം മേജർ ഹിറ്റാണ്. അതും ഹിറ്റാണ്, ഒരു ഇൻഡസ്ട്രി ഹിറ്റാണ് അറിയപ്പെടുന്ന. അതായത് ഹേറ്റേഴ്സ് പോലും ഇഷ്ടപ്പെടുന്ന സിനിമയായിരുന്നു അയനൊക്കെ. കാരണം അവരുടെ ആ സിനിമയ്ക്ക് അത്രയ്ക്ക് ഫാൻ ഫോളോയിങ് ഉണ്ട്. ഈ പറഞ്ഞ ആൾക്കാരുടെയൊക്കെ ജ്യോതിഷ് ശങ്കറിൻ്റെ പടമാണെങ്കിലും ബേസിലിനെ അത്രയ്ക്കും ഒരു ആക്ടർ എന്ന രീതിയിൽ ആൾക്കാർ അത് അയനിലെ ഭയങ്കര അടിപൊളി ഡയലോഗാണ്. അപ്പം അതുപോലെ തന്നെ ജ്യോതിഷ് ശങ്കർ ആണെങ്കിൽ പോലും പുള്ളിയുടെ പൊന്മാൻ വളരെ ബേസിലിന് ഭയങ്കരമായിട്ടൊരു ആക്ടർ എന്ന നിലയിൽ പുള്ളിക്ക് ഒരു പീക്ക് പെർഫോമൻസ് ചെയ്യാൻ പറ്റും. ആ പടം അവാർഡ് ജൂറി കണ്ടില്ല. അതെ, ഭയങ്കര ഒരു ഉറങ്ങിപ്പോയി. നമുക്കത് അത് അവിടെയുള്ള 5-6 പേർക്ക് അത് കുറേ ഉണ്ട് കേട്ടോ. ഈ പൊന്മാൻ, തങ്കലാൻ കണ്ടിട്ടുണ്ടോ? അതൊന്നും അവാർഡ് ജൂറി കണ്ടിട്ടേ ഇല്ല. അതെ, ഇപ്പം ഈ തവണത്തെ അവാർഡിൽ ഇപ്പം നമുക്ക് ബ്രഹ്മയുഗം അത് വെറുതെ വായടപ്പിക്കാൻ വേണ്ടി ഇട്ട പോലെ എനിക്ക് തോന്നുന്നു. അതെന്തായാലും വേറെ ടോപ്പിക്ക് അടുത്ത എപ്പിസോഡിൽ കണ്ടന്റായി. എന്ത് നാഷണൽ അവാർഡ്. അപ്പം അടുത്ത എപ്പിസോഡ് വേണമെങ്കിൽ നമുക്ക് അതായിട്ട് നമുക്ക് വരാം. അപ്പം ഇനിയിപ്പോൾ ഇതിൽ തന്നെ നമ്മളാദ്യം പറഞ്ഞു ഇത് നമ്മൾ ഇത്രയും പേരുള്ളൂ എന്നും പറഞ്ഞെടുത്ത ലിസ്റ്റ് അല്ല. ഇനി ഇഷ്ടംപോലെ പേരുണ്ട്. നിങ്ങൾ കമന്റ് ചെയ്യുക ആരൊക്കെ ഇങ്ങനെ ടേൺഡ് ഇൻ ടു ഡയറക്ടേഴ്സ്. അതെ, ഇനിയുള്ള എപ്പിസോഡുകളിൽ നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് അറിയേണ്ടത്? പല മേഖലയിൽ ഇപ്പൊ ക്യാമറയും ആർട്ടും ഒക്കെയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ഇതേപോലെ മ്യൂസീഷ്യൻസ് ടേൺഡ് ഇൻ ടു ഡയറക്ടേഴ്സ് ഉണ്ട്. ഹിപ്പ് ഹോപ്പ് തമിഴൊക്കെ വിജയ് ആന്റണി, അങ്ങനെ വിനീത് ശ്രീനിവാസൻ പാട്ടുകാരിൽ നിന്ന് ഇഷ്ടം പോലെ പേരുണ്ട്. ഇനി അവരുടെയൊക്കെ അടുത്ത എപ്പിസോഡിൽ നമ്മൾ ഡയറക്ടേഴ്സ് ഉണ്ട്, ഉറപ്പായിട്ടുണ്ട്. പൃഥ്വിരാജ് കുമാർ, ദിലീഷ് പോത്തൻ, ഇങ്ങനത്തെ ഉള്ള കുറേ പേരുടെ വിശേഷങ്ങളായിട്ട്. ഇപ്പം മറ്റേ ഭരതനാട്യത്തിൻ്റെ ഡയറക്ടർ ആക്ടർ ആയിരുന്നില്ലേ? പുള്ളി ആക്ടർ 2-3 സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടായി കാതലിനൊക്കെ. അപ്പം അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ വേറെ മേഖലയിൽ നിന്ന് ഡയറക്ടേഴ്സ് ടേൺഡ് ഇൻ ടു ഡയറക്ടറായ ഇഷ്ടം പോലെ പേരുണ്ട്. അപ്പോൾ നെക്സ്റ്റ് എപ്പിസോഡ് ആരെക്കുറിച്ചൊക്കെ ചെയ്യണമെന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം സ്റ്റിൽ ദെൻ സൈൻ ഓഫ്. ബൈ.